മലബാറിലെ മെക്സവൺ വ്യായാമ കൂട്ടായ്മ വിവാദം. 2 വർഷത്തിനുള്ളിൽ 1000-ഓളം യൂണിറ്റുകൾ. എന്താണ് മെക്സവൺ കൂട്ടായ്മ? മലബാറിൽ വലിയ പ്രചാരണം നേടിയ മെക്സവൺ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ വിമർശനവുമായി CPM-ഉം സമസ്ത AP വിഭാഗവും രംഗത്ത് വന്നിരുന്നു. മെക്സവന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും സുന്നി വിശ്വാസികൾ ഇതിൽപ്പെട്ടു പോകരുതെന്നുമാണ് സമസ്ത നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയത്. മെക്സവന് പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണെന്ന് CPM-ഉം ആരോപിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഈ വിവാദങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മെക്സവൺ. ഇന്ത്യൻ പാരാമിലിറ്ററി സർവീസിൽ നിന്ന് സ്വയം വിരമിച്ച മലപ്പുറം കൊണ്ടോട്ടി തുറക്കലിലെ P. സലാഹുദ്ദീൻ തുടക്കമിട്ട ആരോഗ്യ പ്രസ്ഥാനമാണ് മെക്സവൺ അഥവാ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. സ്വന്തം നാട്ടുകാരുടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയിൽ വ്യായാമ മുറകൾക്കായി സലാഹുദ്ദീൻ നാട്ടിൽ 2012-ലാണ് മെക്സവൺ തുടങ്ങുന്നത്. 2022 മുതൽ പുതിയ ശാഖകൾ ആരംഭിച്ച മെക്സവൺ മലബാറിൽ 2 വർഷത്തിനുള്ളിൽ 1000-ഓളം യൂണിറ്റുകളായി വളർന്നു. ശരീരത്തിനും മനസ്സിനും നവയൗവനം നൽകുക എന്ന മെക്സവൺ പ്രമേയം എല്ലാ പ്രായക്കാർക്കിടയിലും പ്രചാരം നേടി. എയറോബിക്സ്, ഫിസിയോതെറാപ്പി, യോഗ, മെഡിറ്റേഷൻ, ഫേസ് മസാജ്, അക്യുപ്രഷർ, ഡീപ് ബ്രീത്തിങ് തുടങ്ങി ഒരു ദിവസവും 20 മിനിറ്റ് മാത്രം വേണ്ടിവരുന്ന 21 വ്യായാമ മുറകൾ ഉൾക്കൊള്ളുന്നതാണ് മെക്സവൺ. ഓരോ ക്ലബ് അംഗവും താൻ പരിശീലിക്കുന്നത് കുടുംബാംഗങ്ങളെയും പരിശീലിപ്പിക്കണം. പക്ഷാഘാതം വന്ന രോഗികളെ സന്ദർശിക്കുകയും രോഗികളെ കൊണ്ട് കഴിയുന്ന വ്യായാമം ചെയ്യിപ്പിക്കണം തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങൾ കൂട്ടായ്മ നൽകുന്നു. 60 വയസ്സിന് മുകളിലുള്ളവരാണ് കൂട്ടായ്മയിൽ പ്രധാനമായുള്ളത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച ലീഡറും ട്രെയിനർമാരായി സ്ത്രീകൾ തന്നെയുള്ള വനിതാ യൂണിറ്റുകളും പിന്നാലെ നിലവിൽ വന്നു. UAE ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്കും മെക്സവൺ വളർന്നു. വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന വാദം പൂർണ്ണമായും നിഷേധിക്കുകയാണ് മെക്സവൺ അധികൃതർ. സതുദ്ദേശത്തോടെ മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള വ്യായാമ കൂട്ടായ്മ മാത്രമാണ് മെക്സവൺ. വളരെ എളുപ്പം ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തമാകാൻ കഴിയുന്നതുകൊണ്ടും സൗജന്യമായി നൽകുന്നതുകൊണ്ടുമാണ് വേഗം പ്രചാരം ലഭിച്ചത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മതങ്ങളിലുമുള്ളവരും മെക്സവനിൽ ഭാഗമാണ്.